മുഖ്യമന്ത്രി എത്തുകയാണ്. പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിലല്ല, മറിച്ച് കെ സെൻട്രലിൽ നിന്ന് അയച്ച കാറിലാണ് പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്തൂടെ സഞ്ചരിക്കുക. വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ ഉണ്ട്. വി ജോയ് കൈവീശി അഭിവാദ്യം ചെയ്യുകയാണ്. അതിനപ്പുറത്ത് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു പിണറായി വിജയൻ. എ റഹീമും വി ജോയിയും വി ശിവൻകുട്ടിയും അടക്കമുള്ള നേതാക്കൾ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. എങ്ങോട്ടാണ് അദ്ദേഹം? ക്ലിഫ് ഹൗസിലേക്ക് നേരെ പോവുകയാണോ അതോ പാർട്ടി ആസ്ഥാനത്ത് ഇറങ്ങുമോ അറിയില്ല. ഞാൻ ഓർക്കുന്നത് 2016 മുഖ്യമന്ത്രിയായി തീരുമാനിക്കപ്പെട്ടതിന് ശേഷം പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനമാണ്. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ലഡു വിതരണം ചെയ്തിരുന്നു. സാധാരണ നിലയിൽ അങ്ങനെ പിണറായി വിജയനിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷെ അന്ന് അദ്ദേഹം മധുരം വിതരണം ചെയ്തിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് മധുരം വിതരണം ചെയ്തത് ഓർക്കുകയാണ്. ആ വാർത്താ സമ്മേളനത്തിലാണ് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വരുന്ന ദല്ലാളുമാരെ പേടിക്കണം, അല്ലെങ്കിൽ അവരെ സൂക്ഷിക്കണം, അകറ്റി നിർത്തണം എന്ന വാചകം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും 10 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയാണ്. പുതിയ മുഖ്യമന്ത്രി ചാർജ് എടുക്കുന്നതിന് മുറയ്ക്ക് അദ്ദേഹം CPIM പൊളിറ്റ് ബ്യൂറോ മെമ്പർ മാത്രമായി മാറും. തെരഞ്ഞെടുക്കപ്പെട്ട അധികാര സ്ഥാനങ്ങളില്ലാത്ത വ്യക്തിയായി മാറും പിണറായി വിജയൻ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കേരളത്തെ നയിച്ച നേതാവാണ്. AK സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹം ചിരിച്ചു, കൈ ഉയർത്തി കാണിച്ചു. അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്? അഭിലാഷ, നേരെ AKG സെന്ററിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമേ ഒരുപക്ഷെ ക്ലിഫ് ഹൗസിലേക്ക് പോവുകയുള്ളൂ. ഇനി അധികം നാൾ ക്ലിഫ് ഹൗസിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. ഒരുപക്ഷെ നാളെ അവിടെ നിന്ന് മാറിക്കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇന്നലെ ഔദ്യോഗികമായി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത് സംബന്ധിച്ച് ഗവർണറെ അറിയിക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പോകുന്നത് AKG സെന്ററിലേക്ക് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയിലാണ് പോയത്. മറ്റൊരു പോലീസ് വാഹനം പിറകെ ഉണ്ടായിരുന്നു. അതൊരുപക്ഷെ അടുത്തൊരു സ്റ്റേഷൻ പരിധി വരെ മാത്രമേ കാണുകയുള്ളൂ. നേരെ AKG സെന്ററിലേക്ക് തന്നെ പോയി അവിടെ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അവരുമായിട്ട് പ്രാഥമികമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിനുശേഷം ഏതായാലും നാളെ ഔദ്യോഗികമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വോട്ടുകളുടെ വിശകലനം, എന്താണ് തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം, അത് സംബന്ധിച്ചുള്ള വിശകലനങ്ങളുമൊക്കെ നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും കടുത്ത വിമർശനം മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ CPM പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ചില സമൂഹ മാധ്യമ പോസ്റ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അതറിയാം. പോരാളി ഷാജി അടക്കമുള്ള സൈബർ ഇടത്തിലെ CPM ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള സൂചനകളൊക്കെ വന്നു കഴിഞ്ഞു. മുൻ സംസ്ഥാന സെക്രട്ടറിയുള്ള കോടിയേരി എന്തായാലും പാർട്ടി ആസ്ഥാനത്തേക്കാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എന്ന് മനസ്സിലാക്കുന്നു. ഫോളോ ചെയ്തോളൂ സ്റ്റെഫിൻ. നമുക്ക് പിണറായി വിജയന്റെ പ്രതികരണം അത് എപ്പോഴാണോ ഉണ്ടാവുന്നത് അപ്പോൾ സംപ്രേഷണം ചെയ്യാം.